മഹാശിവരാത്രി, ഉറങ്ങാത്ത രാത്രി. മഹാശിവരാത്രി ഒരു ആഘോഷമല്ല, ഇത് ഒരു നിശബ്ദതയുടെ രാത്രിയാണ്. ഈ രാത്രിയിൽ ശിവനെ ആരാധിക്കുന്നത് അദ്ദേഹം ഉണരുന്നതിനാലല്ല, നമ്മളാണ് ഉണരാൻ ക്ഷണിക്കപ്പെടുന്നത്. ശിവൻ തന്നെയാണ് ബോധം. ഈ രാത്രി സൂചിപ്പിക്കുന്നത് മനസ്സ് ബോധത്തിന് തല കുനിയുന്ന നിമിഷത്തെയാണ്. മഹാശിവരാത്രിയെക്കുറിച്ച് പുരാണങ്ങളിൽ നിരവധി കഥകൾ പറയുന്നു. കാളകൂടവിഷം, സമുദ്രമഥനം. മഹാശിവരാത്രിയുടെ രാത്രിയിൽ സൃഷ്ടിയെ രക്ഷിക്കാൻ ശിവൻ കാളകൂടവിഷം കുടിച്ചു. വിനാശത്തെ പടരാൻ അനുവദിക്കാതെ നിയന്ത്രിക്കുന്ന പരമമായ നിയന്ത്രണബോധമാണ് ഈ രാത്രി സൂചിപ്പിക്കുന്നത്. ശിവപാർവതി ഐക്യം. പുരാണങ്ങൾ പറയുന്നത് മഹാശിവരാത്രി ശിവനും ശക്തിയും ഏകീകരിക്കുന്ന രാത്രിയാണ് എന്നാണ്. ബോധവും ഊർജവും രൂപത്തിനും കാലത്തിനും അതീതമായി ലയിക്കുന്ന അവസ്ഥ. വേട്ടക്കാരൻ്റെ കഥ. ലിംഗപുരാണം. ഒരു വേട്ടക്കാരൻ അറിവില്ലാതെ രാത്രി മുഴുവൻ കൂവള ഇലകൾ അർപ്പിച്ച് ശിവനെ ആരാധിച്ചു. ശിവൻ അവസ്ഥയ്ക്കാണ് പ്രതികരിക്കുന്നത്, അറിവിനല്ല. ആചാരമല്ല, ജാഗ്രതയാണ് പ്രധാനം. ആചാരത്തേക്കാൾ ബോധാവസ്ഥയ്ക്കാണ് ശിവൻ പ്രാധാന്യം നൽകുന്നത് എന്നതാണ് ഈ കഥ. അനന്തമായ ലിംഗമായി അവതരണം. ഈ രാത്രിയിൽ ശിവൻ ആരംഭവും അവസാനവുമില്ലാത്ത ദിവ്യപ്രകാശമായി പ്രത്യക്ഷപ്പെട്ടു. ശിവൻ രൂപരഹിതമായ ബോധമാണെന്ന സത്യം മഹാശിവരാത്രി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ശിവൻ കഥകളിൽ ഒതുങ്ങുന്നവനല്ല, അദ്ദേഹം ഒരു അനുഭവമാണ്. അപ്പോൾ മഹാശിവരാത്രിയെക്കുറിച്ചുള്ള മറ്റ് സത്യങ്ങൾ എന്തെല്ലാമാണ്? ശിവന് സമർപ്പണങ്ങൾ. ശിവഭഗവാന് സമർപ്പണങ്ങൾ വേണ്ട. പുഷ്പങ്ങൾ കൊണ്ട് ബോധത്തെ അലങ്കരിക്കാനാവില്ല. ദീപം കൊണ്ട് അവബോധത്തെ പ്രകാശിപ്പിക്കുവാനുമാവില്ല. ഈ രാത്രിയിൽ ശിവഭഗവാൻ സ്വീകരിക്കുന്നത് ഇതാണ്: നിശബ്ദത, ജാഗ്രത, സമർപ്പണം. ശ്വാസം മന്ദമാകുമ്പോൾ, ചിന്തകൾ അകന്നു പോകുമ്പോൾ അവിടെ ശേഷിക്കുന്ന ആ നിശബ്ദത തന്നെയാണ് ശിവഭഗവാൻ. ഉണർന്നിരിക്കലിൻ്റെ യഥാർത്ഥ അർത്ഥം. ശിവരാത്രിയിൽ ഉണർന്നിരിക്കൽ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് ഇരിക്കുന്നതല്ല, ജാഗ്രതയാണ് ഉണർന്നിരിക്കൽ. ശരീരത്തിൽ നിന്ന് ഉറക്കം മാറുമ്പോൾ, മനസ്സിൽ നിന്ന് അഹങ്കാരം മാറുമ്പോൾ ശിവൻ നമ്മുടെ സ്വന്തം സ്വഭാവമായി സ്വയം വെളിപ്പെടുന്നു. എല്ലാ ദിവസത്തിനും രാത്രിയുണ്ടല്ലോ, പിന്നെ മഹാശിവരാത്രി മാത്രം എന്തുകൊണ്ട് പ്രത്യേകമായി? അതെ, എല്ലാ ദിവസത്തിനും രാത്രിയുണ്ട്, നിശബ്ദതയും എല്ലാ ദിവസവുമുണ്ട്. എന്നാൽ മഹാശിവരാത്രിയുടെ പ്രത്യേകത രാത്രിയാകുന്നത് കൊണ്ടല്ല, ഈ രാത്രിയുടെ സ്വഭാവമാണ് പ്രത്യേകമായത്. മഹാശിവരാത്രിയും ശാസ്ത്രവും. മഹാശിവരാത്രി നടക്കുന്ന ദിവസം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഭൂമിയുടെ സ്ഥാനം മനുഷ്യ ശരീരത്തിൽ ഒരു സ്വാഭാവികമായ അപ്വേർഡ് എനർജി മൂവ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ്. പൊതുവെ ഭൂരിഭാഗം ദിവസങ്ങളിലും ഊർജം ഡൗൺവേർഡായി പോകാനുള്ള പ്രവണതയുണ്ട്. എന്നാൽ ഈ പ്രത്യേക രാത്രിയിൽ പ്രകൃതി തന്നെ അപ്വേർഡ് ഡയറക്ഷന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇരിക്കുക, സ്പൈൻ ഇറക്റ്റായി, നട്ടെല്ല് നേരെ വെക്കുക എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം. ഇത് നിയമമല്ല, പ്രകൃതി നൽകുന്ന സപ്പോർട്ട്, നഷ്ടമാകാതിരിക്കാനുള്ള മാർഗമാണ്. നട്ടെല്ല് കൂനിക്കിടന്നാൽ ആ അപ്വേർഡ് മൂവ്മെൻറ്റിനെ നമ്മൾ തന്നെ മിസ് ചെയ്യും. ഈ രാത്രി എന്തുകൊണ്ട് വ്യത്യസ്തമാണ്? മഹാശിവരാത്രി വരുന്നത് ചന്ദ്രൻ്റെ ഏറ്റവും ഇരുണ്ട ഘട്ടത്തിലാണ്, അമാവാസിക്ക് അടുത്ത രാത്രി. ജ്യോതിഷവും യോഗവും പറയുന്നത് ചന്ദ്രൻ മനോകാരകനാണ് എന്നാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘടകമായ ചന്ദ്രൻ ശിവരാത്രിയിലെ പ്രത്യേക സമയത്ത് ഒരു വ്യത്യസ്ത നിലയിൽ എത്തുന്നു. ഈ രാത്രിയിൽ ചന്ദ്രൻ്റെ മനസ്സിനുള്ള സ്വാധീനം ഏറ്റവും കുറവായിരിക്കും. വികാരചലനം സ്വാഭാവികമായി ശാന്തമാകും. മനസ്സ് ഉള്ളിലേക്ക് തിരിയാൻ എളുപ്പമാകും.
അതിൻ്റെ ഫലം മനസ്സ് സ്വാഭാവികമായി ശാന്തമാകുന്നു. വികാരങ്ങളുടെ ഉയർച്ച താഴ്ച കുറയുന്നു. ഇൻവേർഡ് അവെയർനെസ് എളുപ്പമാകുന്നു. അതുകൊണ്ടാണ് ശാന്തത എഫേർട്ടില്ലാതെ വരുന്നത്. ധ്യാനം എളുപ്പമാകുന്നത്. അതുകൊണ്ടാണ് യോഗ പരമ്പരകൾ ഈ രാത്രിയെ തിരഞ്ഞെടുത്തത്. ആചാരത്തിനല്ല, അനുഭവത്തിനായി. ഇത് വിശ്വാസമല്ല, ലൂണാർ ഇൻഫ്ലുവൻസ് കുറയുന്നതിൻ്റെ ഒരു അനുഭവമാണ്. ഓം നമഃശിവായ. എന്തുകൊണ്ട്? ഓം നമഃശിവായ മന്ത്രമായത് മാജിക് കൊണ്ടല്ല, ഇതിൻ്റെ ശക്തി കൊണ്ടാണ്. സൗണ്ടിൻ്റെ സിമെട്രി, വൈബ്രേഷൻ്റെ റിതം, ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തിനെ സ്പൈൻ വഴി ഒരേ ദിശയിൽ നിലനിർത്തുന്ന സ്വഭാവം. ഈ പ്രത്യേക രാത്രിയിൽ മനസ്സ് ഓൾറെഡി ശാന്തമാണ്. എനർജി ഓൾറെഡി അപ്വേർഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രം ജപിച്ചാൽ നെർവ്സിൽ എനർജിക്ക് ഒരു ആക്സസ് അല്ലെങ്കിൽ അലൈൻമെൻറ്റ് പോലെയാണ്. അതിനാലാണ് റെസ്റ്റ്ലെസ്നെസ് അല്ല, അലേർട്ട്നെസ് അല്ലെങ്കിൽ സ്റ്റിൽനെസ് ആണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ശിവൻ? ശിവഭഗവാൻ ഒരു കഥയല്ല. ശിവഭഗവാൻ സ്റ്റിൽനെസ് ആണ്, അവെയർനെസ് ആണ്, സൈലൻസ് ആണ്. മഹാശിവരാത്രി ആഘോഷത്തിൻ്റെ രാത്രിയല്ല, സൈലൻസിൻ്റെ രാത്രിയാണ്. അതിനാൽ ഈ അലൈൻമെൻറ്റ് ശിവതത്വത്തോട് പെർഫെക്റ്റ്ലി മാച്ച് ചെയ്യുന്നു. എന്തുകൊണ്ട് രാത്രി? എന്തുകൊണ്ട് നിശബ്ദത? ശിവൻ ആഘോഷമല്ല എന്ന് നമ്മൾ പറഞ്ഞു. ശിവൻ ബോധമാണ്. രാത്രിയിലാണ് ലോജിക് ശാന്തമാകുന്നത്, അഹങ്കാരത്തിൻ്റെ പിടി ദുർബലമാകുന്നത്, ഇന്ദ്രിയങ്ങൾ പിൻവാങ്ങുന്നത്. അപ്പോൾ മാത്രമാണ് ബോധം തെളിയുന്നത്. അതുകൊണ്ടാണ് ശിവനെ രാത്രി ആരാധിക്കുന്നത്. അദ്ദേഹം ഉണരുന്നത് കൊണ്ടല്ല, നമ്മൾ ഉണരാനാണ്. കാരണം മനസ്സ് നിശബ്ദമാകുമ്പോഴാണ് ശിവനെ അനുഭവിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം? എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ഈ പ്രത്യേക രാത്രി ഭൂമിയും ചന്ദ്രനും മനുഷ്യ ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അതിനാലാണ് ഈ രാത്രിയിൽ ജാഗ്രത എളുപ്പമാകുന്നത്, ശാന്തത പരിശ്രമമില്ലാതെ വരുന്നത്. മഹാശിവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ പരിശ്രമത്തിലൂടെ എത്തിച്ചേരുന്നില്ല, അത് അകത്തെ നിശബ്ദതയിലൂടെയാണ് സംഭവിക്കുന്നത്. ശിവരാത്രി ശിവനെ കാണാനുള്ള രാത്രിയല്ല, നമ്മൾ ഒരിക്കലും ശിവനിൽ നിന്ന് വേർപെട്ടിരുന്നില്ല എന്ന് ഓർമ്മിക്കുവാനുള്ള രാത്രിയാണ്. നിശബ്ദതയാണ് ശിവൻ, സ്ഥിരതയാണ് ശിവൻ. എല്ലാം അകലുമ്പോൾ ശേഷിക്കുന്ന ആ അവസ്ഥ തന്നെയാണ് ശിവൻ.